നമസ്കാരം. ISRO ഉഗ്രനീക്കങ്ങളുമായി വിജയത്തേരിൽ കുതിക്കുകയാണ്. വമ്പൻ ദൗത്യങ്ങളിലൂടെ ഇസ്രോ സുപ്രധാന നാഴികക്കല്ലുകൾ കൈവരിക്കുകയാണ്. ഇപ്പോഴത്തെ LVM-3 റോക്കറ്റിന്റെ പേലോഡ് ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഭാവിയിലെ വിക്ഷേപണ വാഹനങ്ങൾക്കുമായി ഒരു ലിക്വിഡ് ഓക്സിജൻ കെരോസിൻ പ്രൊപ്പല്ലന്റ് കോമ്പിനേഷനിൽ പ്രവർത്തിക്കുന്ന 2000 kN ത്രസ്റ്റ് സെമി ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിക്കുന്ന തിരക്കിൽ ഇസ്രോ ഒരു പ്രധാന നാഴികക്കല്ല് കൈവരിച്ചതായി വിവരങ്ങൾ പുറത്തുവരികയാണ്. സെമി ക്രയോ പ്രീ ബേണറിന്റെ വിജയകരമായ ജ്വലനത്തോടെ സെമി ക്രയോ എഞ്ചിൻ വികസനത്തിൽ ഒരു പ്രധാന നാഴികക്കല്ല് കൈവരിച്ചു എന്നത് ഏറെ അഭിമാനത്തോടെ വേണം നോക്കിക്കാണാൻ. മികച്ച പരിശോധനകളും നിരീക്ഷണങ്ങളും ഇതിന് പിന്നാലെ ഉണ്ടാകും. 120 ടൺ പ്രൊപ്പല്ലന്റ് ലോഡിംഗ് ഉള്ള സെമി ക്രയോ സ്റ്റേജിന്റെ വികസനവും പുരോഗമിക്കുകയാണ്. അധികൃതർ കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. മറ്റ് വിക്ഷേപണ വാഹന കേന്ദ്രങ്ങളുടെ പിന്തുണയോടെ സെമി ക്രയോജനിക് പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രധാന കേന്ദ്രമാണ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ LPSC. പ്രൊപ്പൽഷൻ മൊഡ്യൂളുകളുടെ അസംബ്ലിയും അതേപോലെ തന്നെ പരിശോധനയും മഹേന്ദ്രഗിരിയിലെ ISRO പ്രൊപ്പൽഷൻ കോംപ്ലക്സിൽ നടന്നതും എടുത്തു പറയണം. എഞ്ചിൻ വികസനത്തിന്റെ ഭാഗമായി ടർബോ പമ്പുകൾ ഒഴികെയുള്ള എഞ്ചിൻ പവർ ഹെഡ് സിസ്റ്റത്തിന്റെ പൂർണ്ണ പൂരകമായ ഒരു പ്രീ ബേണർ ഇഗ്നീഷൻ ടെസ്റ്റ് യാഥാർത്ഥ്യമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ രാജ്യത്തിന് സമർപ്പിച്ച IPRCയിലെ സെമി ക്രയോ ഇന്റഗ്രേറ്റഡ് എഞ്ചിൻ ടെസ്റ്റ് ഫെസിലിറ്റിയിൽ മെയ് 2 ആദ്യത്തെ ഇഗ്നിഷൻ ട്രയൽ വിജയകരമായി നടത്തിയതും ISRO വ്യക്തമാക്കുന്നുണ്ട്. സെമി ക്രയോജനിക് എഞ്ചിൻ ആരംഭിക്കുന്നതിന് പ്രീ ബേണറിന്റെ സുഗമവും സുസ്ഥിരവുമായ ജ്വലനം അത്യന്താപേക്ഷിതമാണ് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ച ട്രൈഥൈൽ അലംനൈഡും അതേപോലെ ട്രൈഥൈൽ ബോറോണും ചേർന്ന് 2000 kN സെമി ക്രയോജനിക് എഞ്ചിനിൽ ISROയിൽ ആദ്യമായി ഉപയോഗിച്ച ഒരു സ്റ്റാർട്ട് ഫ്യൂവൽ ആംപ്യൂൾ ഉപയോഗിച്ചാണ് സെമി ക്രയോജനിക് എഞ്ചിൻ ഇഗ്നിഷൻ നേടിയത് എന്നതും പറയണം. ISRO അറിയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇത് തന്നെയാണ്. VSSCയുടെ പ്രൊപ്പൽഷൻ റിസർച്ച് ലബോറട്ടറി ഡിവിഷൻ ഫെസിലിറ്റിയിൽ നിരവധി ഇൻജക്ടർ എലമെന്റൽ ലെവൽ ഇഗ്നിഷൻ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. ലിക്വിഡ് റോക്കറ്റ് എഞ്ചിൻ സിസ്റ്റങ്ങളുടെ വികസനത്തിലെ ഏറ്റവും നിർണായകമായ ഭാഗങ്ങളിലൊന്നാണ് ഇഗ്നിഷൻ പ്രക്രിയ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് വമ്പൻ നേട്ടങ്ങൾ സമ്മാനിക്കാൻ രാജ്യ പുരോഗതി വാനോളം ഉയർത്താൻ ISRO വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇന്ത്യക്കും മനുഷ്യരാശിക്കും ബഹിരാകാശത്തിന്റെ നേട്ടങ്ങൾ കൊയ്യാൻ ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, സാങ്കേതിക വിദ്യ എന്നിവയിൽ സംഘടന ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ ബഹിരാകാശ വകുപ്പിന്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഇസ്രോ. ഡോക്ടർ വിക്രം സാരാഭായ് വിഭാവനം ചെയ്തതുപോലെ 1962 ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപിച്ച ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആയിരുന്നു മുമ്പ് ഇസ്രോ, അതായത് INCOSPAR. ഇസ്രോ 1969 ഓഗസ്റ്റ് 15 രൂപീകൃതമാവുകയും ബഹിരാകാശ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള വിപുലീകൃത പങ്ക് ഉപയോഗിച്ച് INCOSPAR-നെ മറികടക്കുകയും ചെയ്തു. വിവിധ ദേശീയ ആവശ്യങ്ങൾക്കായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ വികസനവും പ്രയോഗവുമാണ് പ്രധാനപ്പെട്ട ഇസ്രോ ലക്ഷ്യം. ഈ ലക്ഷ്യം നിറവേറ്റുന്നതിനായിട്ട് ആശയവിനിമയം, കാലാവസ്ഥാ സേവനങ്ങൾ എന്നിവയ്ക്കായി ഇസ്രോ പ്രധാന ബഹിരാകാശ സംവിധാനങ്ങൾ സ്ഥാപിച്ചു. വിഭവങ്ങൾ, നിരീക്ഷണം, അതിന്റെ ഒരു മാനേജ്മെന്റ്, ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള നാവിഗേഷൻ സേവനങ്ങൾ, ഉപഗ്രഹങ്ങളെ ആവശ്യമായ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിനായി PSLV, GSLV എന്നീ ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങൾ ISRO വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സാങ്കേതിക പുരോഗതിക്കൊപ്പം രാജ്യത്തെ ശാസ്ത്ര വിദ്യാഭ്യാസത്തിനും ISRO സംഭാവന ചെയ്യുന്നുണ്ട്. റിമോട്ട് സെൻസിംഗ്, ജ്യോതിശാസ്ത്രം, അന്തരീക്ഷ ശാസ്ത്രം, ബഹിരാകാശ ശാസ്ത്രം എന്നിവയ്ക്കായുള്ള വിവിധ സമർപ്പിത ഗവേഷണ കേന്ദ്രങ്ങളും സ്വയംഭരണ സ്ഥാപനങ്ങളും ബഹിരാകാശ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ISROയുടെ സ്വന്തം ചാന്ദ്ര, ഗ്രഹാന്തര ദൗത്യങ്ങളും മറ്റ് ശാസ്ത്ര പദ്ധതികളും ശാസ്ത്ര വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ശാസ്ത്ര സമൂഹത്തിന് മൂല്യവത്തായ ഡാറ്റ നൽകുന്നത് ശാസ്ത്രത്തെ സമ്പന്നമാക്കുന്നുമുണ്ട്. ISROയുടെ ആസ്ഥാനം ബംഗളൂരുവിലാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ വിവിധ കേന്ദ്രങ്ങളിലും യൂണിറ്റുകളിലുമായി വ്യാപിച്ചു കിടക്കുന്നുണ്ട്. വിക്ഷേപണ വാഹനങ്ങൾ തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിർമ്മിച്ചിരിക്കുന്നു. ബംഗളൂരുവിലെ UR റാവു സാറ്റലൈറ്റ് സെന്ററിൽ ഉപഗ്രഹങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഉപഗ്രഹങ്ങളുടെയും വിക്ഷേപണ വാഹനങ്ങളുടെയും സംയോജനവും വിക്ഷേപണവും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് നടത്തുന്നത്. അപ്പോ ഇങ്ങനെ പല ഇടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇസ്രോ നടത്തിവരുന്നത്. എന്തായാലും രാജ്യ പുരോഗതിക്ക്, വികസനത്തിന്, ബഹിരാകാശത്തെ വമ്പൻ നേട്ടങ്ങൾക്ക് ISRO വലിയ പ്രാധാന്യമാണ് വഹിക്കുന്നത്. അത് ഇന്ത്യയുടെ ഖ്യാതി ലോക നെറുകയിൽ എത്തിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ നീക്കവും മെച്ചപ്പെട്ട പുരോഗതിയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കും എന്നതും ഉറപ്പാണ്.